തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കുറവുകൾ കാണുമ്പോൾ വിമർശിക്കാതെ നന്മ പ്രവർത്തിക്കുന്നവരാകാം. ഏതാനും നാളുകൾക്ക് മുമ്പ് പള്ളിയിൽ വന്ന ഒരു സഹോദരൻ ചുറ്റുപാട് നിന്ന് വളരെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലുകൾ പറയുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അവിടെയുള്ള ആ സ്വരൂപത്തിൽ, ആ രൂപത്തിൽ ഇട്ടിരുന്ന പൂമാല അഴുകി ദുർഗന്ധം വരികയാണ്. പൂമാല എടുത്തു മാറ്റാത്തതിൻ്റെ ആക്രോശമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ മനുഷ്യന് വേണമെങ്കിൽ ഈ ബഹളമൊന്നും വയ്ക്കാതെ ആ പൂമാല എടുത്ത് മാറ്റാവുന്നതേ ആയിരുന്നുള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ അത് ആരെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ചെയ്യട്ടെ എന്നുള്ള ചിന്തയോടെ അത് ചെയ്യാതെ അവിടെ നിന്ന് ആക്രോശിക്കുകയായിരുന്നു. അനുദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നിപ്പോകും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യാതെ അത് ചെയ്യേണ്ടവർ തന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ആക്രോശിക്കുന്നവരായിട്ട് മാറും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അവിടെ നിന്ന് ചുറ്റുപാട് നിന്നിട്ട് അവിടെയുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഈ പൂമാല എത്ര നാളായി ഇതിങ്ങനെ കിടക്കുന്നു, എന്തുകൊണ്ട് ഇതെടുത്ത് മാറ്റുന്നില്ല? അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരെയും പഴിക്കാതെ ആ പൂമാല അവിടെ നിന്ന് എടുത്തു മാറ്റാമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യാതെ നമ്മൾ വിമർശിക്കുന്നവരാണോ, കുറ്റപ്പെടുത്തുന്നവരാണോ, ആക്രോശിക്കുന്നവരാണോ? നിൻ്റെ ഇടങ്ങളിൽ, നിൻ്റെ ചുറ്റുപാടുകളിൽ, നീ കടന്നു പോകുന്ന വഴികളിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യാതെ ആ കുറവുകൾക്ക് കാരണമായ വ്യക്തികളെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മനോഭാവമുള്ള വ്യക്തി കുറവുകൾ കാണുമ്പോൾ ആ കുറവുകളെ മാറ്റുവാനായിട്ട് പ്രവർത്തിക്കും. ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. എന്തിനേറെ, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ഒരു ടാപ്പ് തുറന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ പഴി പറയാം, ആ വെള്ളം എടുക്കാൻ വന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് അത് കാണാതെ നമുക്ക് പോകാം. എന്നാൽ മറിച്ച് നീ ആ ടാപ്പ് ഒന്നടച്ച് അത് വെള്ളം പോകാതിരിക്കാനായിട്ട് നീ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ നന്മയാണ് നീ ചെയ്യുന്നത്, നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കടന്നു പോകുന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചത് നിൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നീ അത് ശരിയായി ക്രമപ്പെടുത്തുകയാണെങ്കിൽ നിൻ്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും. ഉള്ളിൽ ആരോടും പകയില്ലാതെ, പുറത്തുള്ളവരെ ആക്രോശിക്കാതെ, നന്മ ചെയ്ത് മടുക്കാതെ പോവുക. ക്രിസ്തുനാഥൻ എപ്പോഴും നന്മ ചെയ്ത് കടന്നുപോയവനാണ്. യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തന നിരതനാണ്. നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് മടി തോന്നുമ്പോഴാണ് നമ്മൾ ആക്രോശിക്കുന്നവരായിട്ട് മാറുന്നത്. കുറവുകൾ, കുറ്റങ്ങൾ കാണുമ്പോൾ പ്രവർത്തിക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആരെയും പഴി പറയാതെ നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് ആക്രോശിക്കുന്നവരാകാതെ പ്രവർത്തിക്കുന്നവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.